നമസ്കാരം. നിർമ്മിത ബുദ്ധി അഥവാ AI ഇന്ന് ലോകമെങ്ങും വ്യാപകമാകുകയാണ്. ഇത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമോ അതോ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമോ തുടങ്ങിയ ചർച്ചകൾ എമ്പാടും നടക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വളരെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ബൗദ്ധിക സ്വത്ത് സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ AI മേഖലയെ ബന്ധപ്പെട്ട് ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയുടെയും IT-യുടെയൊക്കെ തന്നെ മേഖലയിൽ ഇന്ത്യ ഇനി ഒരു പുതിയ കുതിച്ചുകയറ്റം തന്നെ നടത്തും എന്ന് തന്നെയാണ് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡാറ്റാ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ടതാണ്. ഡാറ്റാ സെൻറ്ററുകൾ നമുക്കറിയാം, കമ്പ്യൂട്ടറും മറ്റെല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഡാറ്റാ സെൻറ്ററുകൾ. നമ്മുടെ രാജ്യത്ത് അത് വ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ധനകാര്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആനുകൂല്യം ശരിക്കും അപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇന്ത്യയിലെ ഡാറ്റാ സെൻറ്ററുകൾ ഉപയോഗിച്ച് ആഗോളതലത്തിൽ ക്ലൗഡ് സംവിധാനം ഏർപ്പെടുത്തുന്ന വിദേശ കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് അനുവദിക്കാനാണ് ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. കാരണം ഇപ്പോൾ 2026 മാത്രമാണ്. 2047 വരെ എന്ന് പറയുമ്പോൾ വളരെ ദീർഘകാലത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു നികുതി ഇളവ് അനുവദിക്കുക എന്ന് പറയപ്പെടുന്നത് സാധാരണഗതിയിൽ നമ്മൾ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യമാണ്, ഇന്ത്യയുടെയും ആവശ്യമാണ്. ഡാറ്റാ സെൻറ്ററുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് വിദേശ കമ്പനികൾ ഇതനുസരിച്ച് ഇന്ത്യയിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇത്ര ദീർഘകാലത്തേക്ക് ഒരു ടാക്സ് ഹോളിഡേ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിദേശ കമ്പനികൾക്ക് അത് ഏറെ ഗുണം ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ വിദേശ കമ്പനികളെ ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്രയും വലിയൊരു ഇളവ് പ്രഖ്യാപിക്കുമ്പോഴും അതിൽ ചില വ്യവസ്ഥകളുണ്ട്. നിങ്ങൾ ഇന്ത്യൻ കമ്പനികളുടെ സേവനം ഉപയോഗിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് കൂടി അതിൻ്റെ സേവനം ലഭ്യമാക്കാനുള്ള സംവിധാനം ഈ വിദേശ കമ്പനികൾ ഏർപ്പെടുത്തേണ്ടി വരും. സാധാരണഗതിയിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മളവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം എത്തുന്നത് വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്കായിരിക്കും. പക്ഷേ ബജറ്റിലെ പുതിയ വ്യവസ്ഥ അനുസരിച്ച് ഇത് ആയി ബന്ധപ്പെട്ട വിദേശ കമ്പനികൾ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ക്ലൗഡ് സേവനം നൽകുമ്പോൾ അത് ഇന്ത്യൻ ഉപഭോക്താക്കൾ കൂടി നൽകുക എന്ന് പറയുന്നത് അത് ഇന്ത്യക്കാർക്കും അതിൻ്റെ ഗുണഫലം അനുഭവിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു നിർബന്ധ ബുദ്ധി കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഇതിലേർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ബജറ്റിൽ പുതിയ തലമുറയ്ക്കായി ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. നിലവിൽ നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ ടെക്നിക്കൽ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ സിലബസിൽ കാതലായ മാറ്റങ്ങൾ ഇപ്പോഴും വരുത്തിയിട്ടില്ല. ഇപ്പോഴും പഴയ കാലത്തെ തനത് രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം മാറ്റി AI അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിനായിരിക്കും ഇനി അങ്ങോട്ട് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ് ഈ ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AI ഭാവിയിൽ മനുഷ്യന് ഗുണകരമായ രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ മാറാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും ഈ ബജറ്റ് വിഭാവന ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി മുതൽ സ്കൂൾ സിലബസിലും AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഒരു നിർബന്ധിത പഠന വിഷയമാക്കാനും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. 2040 ഇന്ത്യയുടെ ആഗോള സേവന കയറ്റുമതിയുടെ തോത് 10% ഉയരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഈ ഡാറ്റാ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ട് വിദേശ കമ്പനികൾക്ക് ഇത്രയും വലിയൊരു ഇളവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല നിർമ്മിത ബുദ്ധിയുടെ അല്ലെങ്കിൽ AIയുടെ സ്വാധീനം നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലകളെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു സമിതിയെയും നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ഡാറ്റാ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ടെക്നോ പാർക്കുകളുണ്ട്. അവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഡാറ്റാ സെൻറ്ററുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഒരു വിപണി കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദേശ കമ്പനികൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ എത്രയോ ആയിരക്കണക്കിന് വിദേശ സ്ഥാപനങ്ങളാണ്, IT കമ്പനികളാണ് ഇന്ത്യയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഒപ്പം വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ കമ്പനികൾക്കുമൊക്കെ തന്നെ ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന ഡാറ്റാ സെൻറ്ററുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു വലിയ നേട്ടമായി മാറും. ചുരുക്കത്തിൽ ഇന്ത്യ ഭാവിയിലെ ഡാറ്റയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഭാവിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഡാറ്റ തന്നെയാണ്. ഡാറ്റ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം, ഡാറ്റ എങ്ങനെ കൃത്യമായി ആവശ്യമുള്ളവർക്ക് മാത്രം നൽകാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ കാലത്ത് IT മേഖലയിൽ മറ്റും നടക്കുന്ന വ്യാപകമായ തോതിലുള്ള ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെ
നിയന്ത്രിക്കാനും ഇതിലൂടെ കഴിയും. കാരണം സുരക്ഷിതമായി ക്ലൗഡിലേക്ക് പ്രധാന ഡാറ്റയൊക്കെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ ഡാറ്റയായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റാ സെൻറ്ററുകൾ ഇന്ത്യയിൽ ഇത്രയധികം വ്യാപകമായി ഇനി അങ്ങോട്ട് വരുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം IT രംഗത്ത് വലിയൊരു നേട്ടമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും IT സേവനദാതാക്കൾക്കും എല്ലാം തന്നെ ഇത് ഏറെ പ്രയോജനകരമായി മാറും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ തലമുറയിൽപ്പെട്ട പലരും വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്കൊക്കെ തന്നെ ഈ ഒരു പുതിയ സംവിധാനം, ഈ ഡാറ്റ സംവിധാനം ഏറെ ഗുണകരമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു.